ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. അപ്പം ഇന്നൊരു ജസ്റ്റ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം CC Plusലൊരു സ്കോളർഷിപ്പ് എക്സാം നടക്കുന്നുണ്ട്, നമ്മുടെ വിദ്യാമൃതം സ്കോളർഷിപ്പ് എക്സാം. ഇപ്പം എല്ലാവർക്കും PPTയിൽ കാണാം. എന്താണ് പ്രത്യേകത? എന്താ, ഈ വർഷം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് വിദ്യാമൃതം സ്കോളർഷിപ്പ് എഴുതാനുള്ള അവസരമുള്ളത്. എല്ലാ ജില്ലകളിലുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാം, ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. 14 ജില്ലയിലുള്ള മിടുക്കന്മാർക്കും മിടുക്കുകൾക്കും ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും സംശയം ഉണ്ടായി, ഇത് CC Plusൽ നവോദയക്ക് ജോയിൻ ചെയ്ത കോച്ചിങ് എടുക്കുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടാണോ എന്നുള്ളൊരു ഡൗട്ട് വന്നു. അല്ല, എല്ലാവർക്കും, നമ്മുടെ കേരളത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് സിലബസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്, CBSE, ICSE, ഏത് സിലബസിലുള്ള കുട്ടികൾക്കും നമ്മുടെ ഈ വിദ്യാമൃതം സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാം ഉണ്ടാവും, നിങ്ങൾക്ക് ഒട്ടനവധി സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും, ബുക്ക്, ടാബ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2 വിജയികളാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യം ഓൺലൈൻ മോഡിൽ CC Plusന്റെ ആപ്പ് വഴിയായിരിക്കും നമുക്ക് എക്സാം വരിക. ഓക്കെ, അപ്പം എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ താഴെ ചാറ്റ് ബോക്സിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ കൂടെയും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എല്ലാം അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിനി രജിസ്റ്റർ ചെയ്യാനായിട്ട് വേറെ വലിയ കടമ്പകളോ അല്ലാതെ ഫീസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഫോം എടുക്കുക, രജിസ്റ്റർ ചെയ്യുക, ഫ്രീ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ഇനി എന്തായിരിക്കും ഈ സ്കോളർഷിപ്പ് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, എത്ര മാർക്കിനായിരിക്കും, എന്ത് സിലബസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, അതല്ല ഇപ്പം നിങ്ങൾ 4 പഠിച്ചാണോ ഇനി 5ലേക്ക് വരുന്നതാണോ എന്ന്. അപ്പം നമുക്ക് സിലബസ് എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് അതിൽ പഠിക്കേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് മാത്തമാറ്റിക്സ്, റീസണിങ്, ഇംഗ്ലീഷ്, മലയാളം, GK പ്ലസ് കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ ഒരു 5 സബ്ജക്റ്റുകളാണ് നമുക്ക് ഈ ഒരു എക്സാമിന് വരുന്നത്. നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ച രീതിയിലുള്ള 4 ബേസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികളും LSS എക്സാം ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ ആ ഒരു പാറ്റേണും അതിലും കുറച്ചും കൂടെ എല്ലാവർക്കും CBSE കുട്ടികൾക്ക് എല്ലാവർക്കും കൂടെ രീതിയിൽ നമ്മൾ അരച്ച് കലക്കി ഒരു ഷോർട്ട് ആക്കിയ ഒരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, ഞാൻ ആ പാറ്റേണും കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിൽ നിന്ന് 10, റീസണിങ്ങിൽ 10, ഇംഗ്ലീഷ് 10, മലയാളം 10, GK പ്ലസ് കറണ്ട് അഫയേഴ്സിൽ 10. കറണ്ട് അഫെയർ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് ഒരു ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ 1 മാസം മുമ്പ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ 1 മാസത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി വെക്കണം. കറണ്ട് അഫെയർ ആണ്. അപ്പം പേപ്പറൊക്കെ വായിക്കണം, ന്യൂസൊക്കെ കാണുന്ന പിള്ളേർക്കാവുമ്പം ഇത് കുറച്ചും കൂടെ എളുപ്പമുള്ള പോർഷനാണ്. ഇവിടെയാണ് എല്ലാവർക്കും മാർക്ക് പോകാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പം നോക്കിക്കേ, 10 ക്വസ്റ്റ്യൻ മാത്സിന് 10 മാർക്കാണ്. അങ്ങനെ എല്ലാ സെക്ഷനിലും 10 മാർക്ക് വെച്ച് 50 ക്വസ്റ്റ്യൻ 50 മാർക്കാണ് ഉള്ളത് കേട്ടോ. മാത്സ് ചെയ്യാൻ 15 മിനിറ്റ്, റീസണിങ്ങിന് 15 മിനിറ്റ്, ഇംഗ്ലീഷിനും മലയാളത്തിനും കറണ്ട് അഫെയറിനും 10 വെച്ചിട്ട് ടോട്ടൽ 60 മിനിറ്റ്, 1 അവർ എക്സാം ആണ് നമുക്കുള്ളത്. 50 ചോദ്യം 50 മാർക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരിക. കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടെ ഉണ്ട്. നമ്മൾ സൂമിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കണം, ഫേസ് കാണണം, വേറെ ആരും ഡിസ്റ്റർബൻസോ സൗണ്ട് ഒന്നും വരാൻ പാടില്ല. അങ്ങനെ ക്ലിയർ ഒരു എക്സാം പാറ്റേണിൽ തന്നെ ഇരുന്ന് നിങ്ങൾ എഴുതണം. ഇനി എങ്ങാനും അത് ഫോളോ ചെയ്യാതെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്യും, അവരപ്പം തന്നെ ലെഫ്റ്റ് ആക്കും. ലെഫ്റ്റ് ആയാൽ പിന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇനി ഇതിനകത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഒരു എക്സാം അല്ലേ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് എക്സാം അല്ലേ. അപ്പം തീർച്ചയായിട്ടും എന്തുണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോയി കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കല്ലേ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ നിങ്ങളുടെ ആ ഒറിജിനൽ, ഇപ്പോൾ നിങ്ങളൊരു 10 മാർക്ക് സ്കോർ ചെയ്തു, 11th ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിപ്പോയി, അപ്പോൾ ഈ 10 മാർക്കിൽ നിന്ന് ഒരു ചെറിയ മാർക്ക്, അത് എത്രയാണ് നമ്മൾ പറയുന്നില്ല, ചെറിയൊരു മാർക്ക് നമ്മൾ റിഡ്യൂസ് ചെയ്യും. അതാണ് നെഗറ്റീവ് മാർക്ക്. അതേപോലെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി മാത്സിൻ്റെ സിലബസിലേക്ക് വരുമ്പോൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് നമ്പർ സിസ്റ്റം, സംഖ്യകൾ വെച്ചിട്ടുള്ള ഓരോ ക്രിയകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നാച്ചുറൽ നമ്പർ, വോൾ നമ്പർ മുതലായ എല്ലാ കാര്യങ്ങളും നമ്പേഴ്സ് വെച്ചിട്ടുള്ള A to Z കാര്യങ്ങളുള്ള ചാപ്റ്ററാണ് നമുക്ക് നമ്പർ സിസ്റ്റം. എല്ലാവർക്കും, ഏത് സിലബസിലുള്ളവർക്കും ആദ്യത്തെ ചാപ്റ്റേഴ്സ് നമ്പർ സിസ്റ്റം തന്നെയായിരിക്കും. 4-ലായിക്കോട്ടെ, 5-ലായിക്കോട്ടെ, 6-ലായിക്കോട്ടെ, 9th വരെ നമുക്ക് എന്തുണ്ട്, നമ്പർ സിസ്റ്റം തന്നെയുണ്ട്. ഹയർ ലെവലിൽ പോവാണ്. അപ്പോൾ അതിൽ ആദ്യത്തേത് നമുക്ക് നമ്പർ സിസ്റ്റമാണ്. രണ്ടാമത്തേത് വരുന്നത് ഫണ്ടമെന്റൽ ഓപ്പറേഷൻ. ഫണ്ടമെന്റൽ ഓപ്പറേഷൻ എന്ന് നമുക്ക് പറയുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലൈ, ഡിവൈഡ്
എന്തൊക്കെയുണ്ട്? ആഡ്, സബ്ട്രാക്ട്, ഹരിക്കാന്, ഗുണിക്കാന്, കൂട്ടാന്, കുറയ്ക്കാന് എല്ലാം എവിടെ ഉണ്ടാവും? നമ്മുടെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസിൽ ഉണ്ടാവും. 2 മീഡിയം ഓഫ് ലാംഗ്വേജിലായിരിക്കും നമുക്ക്. ഇംഗ്ലീഷ് മീഡിയത്തിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതാം, മലയാളം മീഡിയം സ്റ്റുഡൻസിന് മലയാളം മീഡിയത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോഴും ഇംഗ്ലീഷും മലയാളവും ഒക്കെ കോമൺ തന്നെയാട്ടോ എല്ലാവർക്കും. ഈ മാത്സും റീസണിങ്ങും മാത്രമാണ് നിങ്ങൾക്ക് എന്ത് തരിക? മലയാളത്തിലേക്ക് തരിക. GK കറണ്ട് അഫയേഴ്സും മലയാളത്തിലേക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വലിയ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാനും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെയുള്ളത് ഫ്രാക്ഷണൽ നമ്പർ, ഭിന്നസംഖ്യകൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ? ഭിന്നസംഖ്യകൾ, നമ്മളിപ്പോൾ ഒരു കേക്ക് 4 ഡിവൈഡ് ചെയ്തു, ഇപ്പോൾ 4 പേർക്ക് കൊടുത്തു, അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കിയിട്ടില്ലേ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ? പാർട്ടീഷൻ ചെയ്തിട്ട് 4 ആക്കി. അപ്പോൾ ആ ഒരു ടൈപ്പ് വരുന്ന ഒരു പോർഷനാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അടുത്തത് വരുന്നത് 4ാമത്തേത് മെഷർമെന്റ് ആണ്. മെഷർമെന്റ് കിലോഗ്രാം, ഗ്രാം, ലിറ്റർ, മില്ലി ലിറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ വരും? മെഷർമെന്റിൽ വരും. അടുത്തതാണ് സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷൻ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഡിമാസ് റൂൾ അല്ലേ? ഡിമാസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുള്ള ഡിമാസ് റൂൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഏരിയ, പെരിമീറ്റർ, എല്ലാവരും റെക്റ്റാങ്കിളിൻ്റെ, സ്ക്വയറിൻ്റെ ഒക്കെ ഏരിയയും പെരിമീറ്റർ ഒക്കെ കാണാൻ പഠിച്ചിട്ടുള്ളവരാണ് അല്ലേ? ഇനി യൂണിറ്ററി മെത്തേഡ്. യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരിക്കൽ ഞാൻ അതിന് എക്സാമ്പിൾ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ ഡെസിമൽ നമ്പേഴ്സ് വരുന്നുണ്ട്. പോയിന്റ് ഇട്ടിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇതെല്ലാം എവിടെ വരും? ഡെസിമൽ നമ്പേഴ്സിൽ വരും. അപ്പം ഇതാണ് നിങ്ങൾക്ക് ഡെസിമൽ നമ്പേഴ്സിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയുവാണെങ്കിൽ റീസണിങ്. റീസണിങ്ങിൽ എന്തൊക്കെയാണ് വരിക എന്ന് നോക്കാം. ഓക്കെ, റീസണിങ്ങിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. 10 ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങളോട് ചോദിക്കുക. ഒന്നാമത്തേത് ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ ഓഡ് മാൻ ഔട്ട് എന്ന് പറയും. എല്ലാവരും അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഓഡ് മാൻ ഔട്ട് 4 ഫിഗർ തരും, അല്ലെങ്കിൽ 4 സംഖ്യകൾ വന്നിട്ട് ഇതിൽ ഓഡ് വൺ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അടുത്തത് ഫിഗർ മാച്ചിങ്. ഈ ഒരു 10 ക്വസ്റ്റ്യനും പടങ്ങൾ വെച്ചിട്ടുള്ള വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വലി കണ്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഫിഗർ മാച്ചിങ് ഉണ്ട്, പാറ്റേൺ കംപ്ലീഷൻ ഉണ്ട്, ഫിഗർ സീരീസ് കംപ്ലീഷൻ, നമ്മൾ ശ്രേണികളായിട്ട് പോകുന്ന ചില പടങ്ങളുണ്ട്, അനലോഗി, ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ, പേപ്പർ ഫോൾഡിംഗ്, മിറർ ഇമേജ്, എംബഡഡ് ഫിഗർ, സ്പേസ് വിഷ്വലൈസേഷൻ. അങ്ങനെ ഇങ്ങനത്തെ 10 ടോപ്പിക്സ് എന്തുണ്ട് നമുക്ക് റീസണിങ്ങിന് വേണ്ടിയുണ്ട്. CC+ന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. യു ക്യാൻ സെർച്ച്, എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം ഫോളോ ചെയ്ത് വെച്ചാലാണ് അടുത്തടുത്ത് ഇരുന്നതിന് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ റീസണിങ്ങിന് ഇതാണ് നമുക്ക് വരുന്നത്. ഇനി മലയാളത്തിലേക്ക് വരുമ്പോൾ ഖണ്ഡിക വായിച്ച് ഉത്തരം എഴുതുക എന്ന് വെച്ചാൽ എന്താ? പാസേജ് വായിക്കുക, അതിൻ്റെ ആൻസേഴ്സ് എഴുതുക. പാസേജ് വായിച്ച് അതിനകത്തുനിന്ന് ആൻസേഴ്സ് എഴുതുക. അതാണ്. അതിലൊരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. 5 ക്വസ്റ്റ്യൻ, ഒരു പാസേജ് തന്നിട്ട് അതിനകത്തുനിന്ന് 5 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. രണ്ടാമത്തേത് ശരിയായ പര്യായ പദം ഏത്? ഒരു വേർഡ് തരും, 4 ഓപ്ഷൻ തരും, ഇതിൻ്റെ പര്യായ പദം ഏത് എന്ന് കണ്ടുപിടിക്കുക. പിരിച്ചെഴുതുകയുണ്ടാവും, വിപരീത പദം ഉണ്ടാവും, ശരിയായ പദം ഉണ്ടാവും. എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ ഏത് എന്ന് മാർക്ക് ചെയ്ത് ആൻസർ മാർക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഇതായിരിക്കും മലയാളത്തിൻ്റെ സിലബസ് ആയിട്ട് നമുക്ക് ഈ പ്രാവശ്യം വരിക. ഇംഗ്ലീഷിലും സെയിം തന്നെയാണ്. കോംപ്രിഹെൻഷൻ ആണ്, 5 മാർക്കിന് കോംപ്രിഹെൻഷൻ ആണ്. ബാക്കി 5 മാർക്ക് എന്ന് പറയുന്നത് എന്തിലൊക്കെയാണ്? നമുക്ക് ഗ്രാമേഴ്സിലാണ് വരുന്നത് കേട്ടോ, ഗ്രാമറിലാണ് വരുന്നത്. ഓക്കെ, ബാക്കി 5 മാർക്ക് നമുക്ക് ഗ്രാമറിൽ വരും. ഗ്രാമറിൽ നമുക്ക് വേറെ ഒന്നുമല്ല. ഗ്രാമർ എന്ന് പറയുമ്പം ഈസ്, ആം, ആർ, ഡെസ്, അണ്ടർ അങ്ങനെയുള്ള പ്രപ്പോസിഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറയില്ലേ ഡെസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾക്ക് അല്ല വലിയ ഗ്രാമർ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഗ്രാമേഴ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ വരിക. ഓക്കെ, ഇനി മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പറയുവാണെങ്കിൽ നോക്കിയേ, ഫൈൻഡ് ദ ഫേസ് വാല്യൂ ഓഫ് 3 in 2, 3, 4, 5. ഇത് ഒരു ക്വസ്റ്റ്യൻ. ഇനി നോക്കിയേ, പോയിന്റ് ഇട്ടിട്ടുള്ള ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ സിംപ്ലിഫിക്കേഷൻ 2 + 1 - 3 + 5 + 6 എന്ന് പറഞ്ഞിട്ട് സിംപ്ലിഫിക്കേഷൻ സൈഡിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. കോസ്റ്റ് ഓഫ് 1 pen, ഇതാണ് യൂണിറ്ററി മെത്തേഡ് കേട്ടോ. കോസ്റ്റ് ഓഫ് 1 pen ഈസ് 5 Rs. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 3 pen. ഒരു പെൻ 5 രൂപയാണെങ്കിൽ 3 പേനയ്ക്ക് എത്ര രൂപ? ആ ഒരു ടൈപ്പ് ഓഫ് യൂണിറ്ററി മെത്തേഡിലെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളൊരു 5 ക്വസ്റ്റ്യൻ മോഡൽ കാണിച്ചതാണ്. ഇതിന് ഓപ്ഷൻസും ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്നും എഴുതുമല്ല, എല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ്. MCQ പോലെ ക്ലിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി മെൻ്റൽ എബിലിറ്റി, ഇതാണ് കേട്ടോ റീസണിങ്. റീസണിങ്ങിൻ്റെ അവിടെ, മെൻ്റൽ എബിലിറ്റിയുടെ അവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പടങ്ങളാണ് വരിക എന്ന് ഞാൻ പറഞ്ഞു. നോക്കിയേ, ഇതേപോലെ പടങ്ങളാണ് വരിക. ഇത് ഓഡ് വൺ ഔട്ട്, ഓഡ് മാൻ ഔട്ട്,
സ്പേസ് വിഷ്വലൈസേഷൻ. കണ്ട 4 തന്നിട്ടുണ്ട്. ഇതിലേതാണ് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സ്പേസ് വിഷ്വലൈസേഷൻ ഉണ്ട്. ഇനി വരുന്നത് എംബഡഡ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടെത്തുക. അതാണ് എംബഡഡ് ഫിഗർ കേട്ടോ. പിന്നെയുള്ളത് മിറർ ഇമേജ്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാ റീസണിങ് എക്സാമുകൾക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. മിറർ ഇമേജ് ഉണ്ടാവും, പേപ്പർ ഫോൾഡിങ് ഉണ്ടാവും. ഓക്കെ, പിന്നെ GK ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. GK കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നോക്കിയേ, ഹൂ വോൺ ദ സൻസദ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് പാർലമെന്റേറിയൻ ഇൻ 2025 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതൊക്കെ നമ്മുടെ പുതിയ കറണ്ട് അഫെയർ ആണ് കേട്ടോ. പിന്നെ വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ആൻഡ് സർക്കുലം ഓൺ റോബോട്ടിക് ടെക്നോളജി ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റേഷൻ ഫോർ 10th ഗ്രേഡ് സ്റ്റുഡൻസ് ഫ്രം ദ ന്യൂ അക്കാഡമിക് ഇയർ എന്നാണ് ചോദിച്ചത്. എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ് എന്ത് കൊണ്ടുവന്നത്? ഈ 10th റോബോട്ടിക്സിന്റെ ക്ലാസ് ഒക്കെ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് എന്ന് ചോദിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് എല്ലാം നിങ്ങൾ കറണ്ട് അഫെയർ നല്ല രീതിയിൽ നോക്കിയാലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഇത് നമുക്ക് GK ആൻഡ് കറണ്ട് അഫെയർ. അപ്പോൾ വാട്ട് ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം? ഏതാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. സയൻസ് ആണ്, അത് പ്യുവർ സയൻസ് ആണ്. നിങ്ങളപ്പോൾ കറണ്ട് അഫെയറും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കണം. പിന്നെ അത് ഇംഗ്ലീഷിൻ്റെ സിലബസ് നോക്കിക്കേ, ഇതേപോലെ. മലയാളം ഇതേപോലെ തന്നെ കേട്ടോ. ഒരു പാസേജ് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. മലയാളത്തിനും ഇതേപോലെ ഒരു പാസേജ് തരും. അതിന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് ഓപ്ഷൻസും ഉണ്ടാവും കേട്ടോ. ഇതേപോലെ ഒരു മലയാളത്തിൻ്റെ പാസേജ് തരും, അതിന് 5 ക്വസ്റ്റ്യൻസും അതിനനുസരിച്ചുള്ള ഓപ്ഷൻസും അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇതാണ് ടോട്ടലി പറഞ്ഞ നമ്മുടെ വിദ്യാമൃതത്തിൻ്റെ ഒരു പാറ്റേൺ ഓഫ് സിലബസ്, അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും സിലബസും ഇതാണ്. അപ്പം ഇത് ബേസ് ചെയ്ത് നിങ്ങളൊന്ന് ഇനിയുള്ള വെക്കേഷൻ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കണം, അതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് നമ്മുടെ വിദ്യാമൃതത്തിൻ്റെ സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2 കുട്ടികൾക്ക് മാത്രമാണ്. സോ നല്ല രീതിയിൽ എഴുതിയാലേ നമുക്ക് സ്കോളർഷിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസും ടാബും കാര്യങ്ങളും ക്യാഷ് പ്രൈസും എല്ലാം ഉള്ളതാണ്. ഇതെല്ലാം ആശംസിച്ച് നിങ്ങളോട് ലൈവിൽ വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഫ്രീ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഫോമും കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ CC+ൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരും. നമ്മുടെ നമ്പർ സ്ക്രോളിൽ ഉണ്ടാവും. നിങ്ങൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. താങ്ക് യു.